ദയവേത് ഇനി വരുന്ന കുട്ടികളിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ കുത്തിവെക്കാതെ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവെങ്കിലും തീരുമാനമെടുക്കാനുള്ള കഴിവെങ്കിലും നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുൻപിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളിലേക്ക് പിടിച്ചു വലിക്കുന്നതാണ് നമ്മുടെ ഒരു സിസ്റ്റം. അപ്പോൾ പാരന്റ്സ് ഇപ്പോഴും അവരുടെ ലിമിറ്റഡ് നോളജിൽ അവരുടെ ചെറിയ സർക്കിളിൽ എപ്പോഴും അപ്രിസിയേഷൻ കിട്ടുന്ന ജോലിയായിട്ട് തിരഞ്ഞെടുത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഡോക്ടറും ഒന്ന് എഞ്ചിനീയറും ആക്കുക. അതിനപ്പുറത്തേക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം സിവിൽ സർവീസ് കൂടെ വന്നു. ഇതെല്ലാം ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ മാത്രം ഒതുങ്ങാൻ കഴിയുന്ന ജോലി മാത്രമാണ്. അത് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇപ്പൊ അത് നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട അത് മാറ്റേണ്ട സൊസൈറ്റിയിലെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. യൂറോപ്യൻ കൺട്രികളിലൊക്കെ വരികയാണെങ്കിൽ അവിടെ തൊഴിലിനടിസ്ഥാനമായിട്ട് മാത്രമല്ല ആളുകൾക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നു. ഇപ്പൊ ഏറ്റവും വേസ്റ്റ് മാനേജ്മെന്റ് പോലുള്ള തൊഴിലെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഹൈ പേയ്മെന്റ് ആണ്. അപ്പൊ അത്തരം ഓപ്പർച്യൂണിറ്റീസ് അത്തരം കൺട്രിയിൽ ഉണ്ടാവുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ എത്രമാത്രം ആ കൺട്രി കൺസിഡർ ചെയ്യുന്നു, ആ രാജ്യം കൺസിഡർ ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു മെന്റാലിറ്റിയുടെ ഭാഗമാണ്.